തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ട പി.വി. അൻവർ എം.എൽ.എ. ഇന്ന് തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് കൊൽക്കത്തയിൽ തുടരുന്ന അൻവർ നാളെ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തും. അൻവറിന് വൻ സ്വീകരണമൊരുക്കാനാണ് അനുയായികളുടെ തീരുമാനം. രാഷ്ട്രീയ കൺസൾട്ടൻസിയായ ഐപാക്കുമായി നടത്തിയ നീക്കങ്ങളാണ് അൻവറിന് തൃണമൂലുമായുള്ള സഹകരണത്തിന് സഹായകരമായത്. വനനിയമത്തിൽ ഇളവിനായി തൃണമൂലിന്റെ 40 എംപിമാരും പാർലമെന്റിൽ വാദിക്കുമെന്ന് പി.വി. അൻവർ പ്രതികരിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കും കോഴിക്കോട് നിന്ന്. അസ്ലം, തൃണമൂലുമായി അടുക്കുകയാണ് അൻവർ, അത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. ഇനിയിപ്പോൾ കൂടിക്കാഴ്ചയടക്കം നടക്കാനുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? കൊൽക്കത്തയിൽ ഇന്ന് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്ന അല്പസമയം മുമ്പ് ലഭിക്കുന്ന ഒരു പ്രകാരം ഇന്നൊരു പക്ഷേ മമതയുമായുള്ള കൂടിക്കാഴ്ച നടന്നേക്കില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. കാരണം മറ്റ് തിരക്കുകൾ കാരണം ഒരുപക്ഷെ പി.വി. അൻവറിനുള്ള കൂടിക്കാഴ്ച സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് മറ്റ് നേതാക്കളെ കൂടി കൊൽക്കത്തയിൽ നിന്നുകൊണ്ട് കണ്ട ശേഷം നാളെ വൈകിട്ട് 3 മണിക്ക് തിരികെ വരാനാണ് പി.വി. അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് കരിപ്പൂരിൽ അദ്ദേഹം എത്തുമെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന കോർഡിനേറ്ററായി തൃണമൂലിലെ സംസ്ഥാന കോർഡിനേറ്ററായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്വീകരണം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളുള്ളത്. ഇപ്പോൾ DMK എന്ന കൂട്ടായ്മയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ രീതിയിലാണ് പി.വി. അൻവർ പ്രവർത്തിക്കുന്നതിന്. പക്ഷേ ഈ തൃണമൂൽ കോർഡിനേറ്റർ എന്ന നിലയിൽ തൃണമൂൽ പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കും കേരളത്തിൽ അദ്ദേഹം നടത്തുക. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, പ്രധാനപ്പെട്ടമായി ഉന്നയിക്കുന്ന കാര്യം, ലോക്സഭയിലും രാജ്യസഭയിലുമായി 40 എംപിമാർ തൃണമൂലുണ്ട്. ഈ 40 പേരും കേന്ദ്ര വന നിയമത്തിൻ്റെ അതിൽ ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യം പാർലമെൻറ്റിൽ ഉന്നയിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിന് വേണ്ടി പാർലമെൻറ്റിൽ അവർ വാദിക്കും. അതോടുകൂടി ഈ വന നിയമവുമായി ബന്ധപ്പെട്ട ഈ വനമേഖലയിൽ ഇപ്പോൾ കേരളത്തിലടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താൻ ഉയർത്തിയ വിഷയം ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ വലിയ ചർച്ചയായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പി.വി. അൻവർ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയൊരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറുന്നതോടുകൂടി കേരളത്തിൽ UDF-ലേക്കുള്ള ഒരു പ്രവേശനം, അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു നീക്കങ്ങൾ, അതൊക്കെ പി.വി. അൻവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അദ്ദേഹത്തിന് അതിൽ TMC-യിൽ അംഗത്വം എടുക്കുന്നത് സംബന്ധിച്ച് നിയമപരമായ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നിയമസഭാ മെമ്പറായി കഴിഞ്ഞ സ്വതന്ത്ര MLA ആയി കഴിഞ്ഞാൽ തന്നെ 6 മാസത്തിനകം അയാൾ ഏത് പാർട്ടിയിലാണ് ചേരുന്നുണ്ടെങ്കിൽ ആ കാര്യം അറിയിക്കണം. ഇതുവരെയും അത് അറിയിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി അതിനുശേഷം ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയോഗ്യത ഉൾപ്പെടെയുള്ള പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് LDF-മായി പോരടിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ CPM ഇക്കാര്യത്തിൽ കർശന നിലപാടെടുക്കുമെന്നും അൻവറിനറിയാം. അതുകൊണ്ട് തന്നെ ആ നിയമപരമായ പരിശോധന ഉറപ്പാക്കിയ ശേഷമേ അദ്ദേഹം അതിലേക്ക് അംഗത്വം എടുക്കുകയുള്ളൂ. അതേസമയം സംസ്ഥാനത്ത് പാർട്ടി രൂപീകരണം നടത്തി കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് മെമ്പർഷിപ്പ് മറ്റുമൊക്കെ ചേർത്തുകൊണ്ട് തൃണമൂലിൽ ഒരു വലിയൊരു പാർട്ടിയായി മാറ്റുക. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വേണ്ടി തന്നെ മത്സരിക്കുക. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വരിക. കേരളത്തിൽ തന്നെ മമതാ ബാനർജിയെ കൊണ്ടുവന്നുകൊണ്ട് വലിയ ജനശ്രദ്ധ ആകർഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പി.വി. അൻവർ ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും UDF-ലേക്കുള്ള പ്രവേശനം കൂടി അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ ഒരു പ്രശ്നം ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസുമായി ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ളത് തൃണമൂലാണ്. ബംഗാളിൽ അവർ വളരെ ശത്രുതയിലാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അംഗീകരിക്കാത്ത ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ UDF-ൻ്റെ അത് കോൺഗ്രസിന് ഇവരെ UDF-നൊപ്പം കൂട്ടാൻ അത് തടസ്സമാകുമെന്നുള്ള ഒരു സംശയം കൂടി രാഷ്ട്രീയ നിരീക്ഷകരും ചില രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പുതിയ നീക്കങ്ങളുമായി അൻവർ വരികയാണ്. നാളെ കരിപ്പൂരിലെത്തും. സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്തായിരിക്കും രാഷ്ട്രീയ നീക്കങ്ങളെന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും തൃണമൂലിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ടാണ് അദ്ദേഹം നാളെ തിരിച്ചു വരിക. ഇന്ന് മമതയെ കാണാൻ കഴിഞ്ഞേക്കില്ല. അതേസമയം മറ്റ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ ഇന്ന് കൊൽക്കത്തയിൽ നടത്തുകയും ചെയ്യും. ശരി അസ്ലം.